ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഒരിക്കൽ കൂടി ഏവർക്കും ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ട്രിഗ്നോമെട്രി എന്ന വിശാലമായ ചാപ്റ്ററിലെ കുറേയധികം ഫോമുലകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി തൽക്കാലം നമുക്ക് ഫോമുലകളൊന്നും തന്നെ പഠിക്കാനില്ല. നമ്മൾ പഠിച്ച ഫോമുലകൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫോമുലകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഫോമുലകൾ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ആ ഫോമുലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 41. പ്രൂവ് ദാറ്റ്. ഇതിന് മുമ്പിൽ പ്രൂവ് ദാറ്റ് എന്നും കൂടെ എഴുതണം. ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. പ്രൂവ് ദാറ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് PT. പ്രൂവ് ദാറ്റ് 3 sin pi by 6 into sec pi by 3 minus 4 into sin 5 pi by 6 into cot pi by 4 is equal to 1. That's the question. നമുക്കതിൻ്റെ ഓരോന്നിനും ജസ്റ്റ് ഇതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നാമത്തേതിന് നമുക്ക് വേണ്ടത് sin pi by 6 ആണ്. sin pi by 6 sin 30 എന്ന് പറയും. sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. പിന്നെ sec pi by 3 എന്നാണ്, എന്ന് വെച്ചാൽ sec 60 ആണ്. sec 60 എന്ന് പറഞ്ഞാൽ 1/cos 60 ആണ്. cos 60 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം cos 60യും 1/2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് വരും. ദെൻ sin 5 pi by 6 ആണ്. sin 5 pi by 6 എന്ന ഇതിനെ നമുക്ക് sin pi minus pi by 6 എന്ന് എഴുതാം, അല്ലേ? ശരിയല്ലേ? നോക്കിക്കേ, കാരണം 6 into pi 6 pi minus pi by 6 5 pi by 6 എന്ന് വരും. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ sin 5 pi by 6 എഴുതിയത്. ഇനി നമുക്കറിയാം sin pi minus x. sin pi minus x എന്ന് പറഞ്ഞാൽ എന്താണ്? sin 180 minus x എന്ന് പറഞ്ഞാൽ പൈ വന്നിരിക്കുന്നതാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ മാറ്റമില്ല. സോ sin x എന്ന് തന്നെ വരും. സോ ഇറ്റ് ഈസ് പൈ മൈനസ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ sin pi by 6 വരും. അത് ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, 1/2 തന്നെയാണ്. ഓക്കെ, അടുത്തത് cot pi by 4 ആണ്. cot pi by 4 എന്ന് പറഞ്ഞാൽ 1/tan pi by 4 ആണ്. tan pi by 4 എന്ന് പറഞ്ഞാൽ tan 45 ആണ്. tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ്സ് LHS ഈസ് ഈക്വൽ ടു LHS മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് നമ്മൾ എടുക്കുന്നത്. 3 into sin pi by 6 into sec pi by 3 minus 4 into sin 5 pi by 6 into cot pi by 4. Now we can substitute the values. 3 into 1/2 into sec pi by 3 2 ആണ്, minus 4 into sin 5 pi by 6 that is 1/2 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു. cot pi by 4 1. ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. ഈ 2ഉം 4ഉം കൂടെ വെട്ടിക്കുമ്പോൾ 2 വരും. സോ ഇറ്റ് ഈസ് മിച്ചം ഇവിടെ 3 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്. 3 minus 2 is equal to 1. സോ ദാറ്റ്സ് ഈക്വൽ ടു ദി RHS. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് ദാറ്റ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 42. പ്രൂവ് ദാറ്റ് sin square pi by 6 and plus cos square pi by 3 minus tan square pi by 4 is equal to -1/2. അപ്പോൾ നമുക്കതിന് ഓരോന്നിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. sin square pi by 6 അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് sin pi by 6 ആണ്. sin pi by 6ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സ്ക്വയർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് sin pi by 6ന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കും. sin pi by 6 എന്ന് പറയുമ്പോൾ sin 30 വരും. sin 30 നമുക്കറിയാം 1/2. then cos pi by 3 cos pi by 3 എന്ന് പറഞ്ഞാൽ cos 60 ആണ്. that is also equal to 1/2. പിന്നെ tan pi by 4 ആണ്. tan pi by 4 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. ഞാൻ വാല്യൂസ് ഇവിടെ കൊടുത്താൽ മതിയാവും. therefore LHS is equal to sin square pi by 6 plus cos square pi by 3 minus tan square pi by 4. okay, so that's equal to sin pi by 6 എന്ന് പറഞ്ഞാൽ 1/2. so it is 1/2 into square. cos square pi by 3 1/2 ആണ്. so again 1/2 square. tan pi by 4 1 ആണ്. so it is 1 square. okay, so it is 1/4 plus 1/4
മൈനസ് 1. 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ കാല് പ്ലസ് കാല് അര എന്ന് പറയാം. അര മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് അര എന്ന് പറയും. So that we want to prove. So that's equal to the RHS. Okay. So that's the answer. Okay, makale. Here is the next question, question number 43. Prove that 2 sin square pi by 6 plus cosine square 7 pi by 6 into cos square pi by 3 is equal to 3/2. അപ്പോൾ നമുക്ക് വേണ്ടത് സൈൻ പൈ ബൈ 6 വേണം. സൈൻ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ സൈൻ 30. നമ്മളിപ്പോൾ ഓൾറെഡി പലവട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. ഇനി കൊസീക് സ്ക്വയർ 7 പൈ ബൈ 6 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കൊസീക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ സ്ക്വയർ ആണല്ലോ. സോ സൈൻ പൈ ബൈ 6 7 പൈ ബൈ 6 വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ പൈ പ്ലസ് പൈ ബൈ 6 എന്ന് എഴുതാമല്ലോ. കാരണം ക്രോസ് ചെയ്യുമ്പോൾ 6 പൈ പ്ലസ് പൈ 7 പൈ വരും. 7 പൈ ബൈ 6 എന്ന് വരും. സൈൻ പൈ പ്ലസ് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകും. തേർഡിൽ സൈൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ സൈൻ മൈനസ് വരും. പിന്നെ 180 വന്നിരിക്കുന്നതുകൊണ്ട് ട്രിഗ്നോമെട്രി ഫംഗ്ഷന് മാറ്റമില്ല. സോ ഇറ്റ് ഈസ് മൈനസ് സൈൻ പൈ ബൈ 6 ദറ്റ് ഈസ് മൈനസ് 1/2 എന്ന് വരും. ഓക്കെ. ഇനി കോസ് പൈ ബൈ 3 ആണ്. അപ്പോൾ നമുക്ക് സീക്ക് ആയില്ല. സോ കൊസീക്ക് ആയില്ല. കൊസീക്ക് 7 പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 1 ബൈ മൈനസ് 1/2 ദറ്റ്സ് ഈക്വൽ ടു മൈനസ് 2 എന്ന് വരും. ഓക്കെ. ഇനി കോസ് പൈ ബൈ 3 ആണ്. കോസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് 60 ആണ്. ഇറ്റ്സ് അഗെയിൻ 1/2 ആണ്. അപ്പോൾ നമ്മുടെ LHS അത് ഇട്ട് കൊടുക്കാം. LHS is equal to 2 into sin square pi by 6 that means 1/2 into square plus cosec square that is minus 2 into square into cos square that is 1/2 into square. So that's equal to 2 times 1/4 minus plus minus 2 into square 4 വരും. 1/2 into square വരുമ്പോൾ 1/4 വരും. ഇതും വെട്ടിപ്പോവും. ഇതും വെട്ടിയിട്ട് ഇവിടെ 2 വരും. സോ നമുക്ക് 1/2 പ്ലസ് 1 എന്ന് വരും. ഒന്നും അരയും കൂടെ കൂട്ടുമ്പോൾ 1.5 എന്ന് പറയും. 1.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/2 അല്ലെ. അല്ലെ ക്രോസ് ചെയ്താൽ 1 + 2 3/2. സോ ദാറ്റ്സ് ഈക്വൽ ടു ദി RHS. മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇതേമാതിരി ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ് ഫൈനൽ എക്സാമിനേഷന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ആ ടേബിൾ നമ്മൾ പഠിച്ചാൽ മാത്രം മതിയാവും. ടേബിൾ പഠിച്ചാൽ പിന്നെ റിഡക്ഷൻ ഫോർമുല ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. Here is another question 44. Prove that cot square pi by 6 plus cosec 5 pi by 6 plus 3 tan square pi by 6 is equal to 6. നമ്മൾ ആസ് യൂഷ്വൽ നമുക്ക് ചെയ്യാം. ആദ്യം cot pi by 6 വേണം. cot pi by 6 എന്ന് പറഞ്ഞാൽ 1/tan 30 എന്നാണ്. tan 30 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/√3 ആണ്. സോ 1/1/√3 ദാറ്റ്സ് ഈക്വൽ ടു √3. ഓക്കെ. ദെൻ കൊസീക് 5 pi by 6 ആണ്. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അതിനുവേണ്ടി നമുക്ക് സൈൻ വേണം. 1/sin 5 pi by 6 നമുക്ക് പൈ മൈനസ് പൈ ബൈ 6 എന്ന് എഴുതാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 6 pi minus pi 5 pi by 6 ദറ്റ് ഈസ് 1/sin 180 മൈനസ് ആണ്. 180 മൈനസ് വരുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്വാഡ്രന്റിലാവും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. സോ sin pi by 6 that is 1/sin 30 that is 1/2. so that's why that value is equal to 2 എന്ന് വരും. അടുത്തത് tan pi by 6 ആണ്. tan pi by 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം tan 30 ആണ്. tan 30 ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. that is 1/√3. ഇനി നമുക്ക് കൊടുക്കാം. so LHS is equal to cot square that is √3 square plus cosec 5 pi by 6 എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് പറഞ്ഞു plus 3 into tan square so 1/√3 യുടെ square. so that's equal to 3. √3 യുടെ സ്ക്വയർ ചെയ്യുമ്പോൾ 3 കിട്ടുമല്ലോ. 3 plus 2 plus 3 into 1/√3 യുടെ സ്ക്വയർ ചെയ്യുമ്പോൾ 3 വരും. 3 കട്ടാവും. so 3 plus 2 plus 1 is nothing but 6. that's equal to the RHS. okay. so LHS is equal to RHS. so our answer is proved. okay. സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിത് കുറച്ച് പ്രാക്ടീസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. വൺ മോർ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് 2 sin square
3 pi by 4 plus 2 cos square pi by 4 plus 2 6 square pi by 3 is equal to 10. ഇവിടെ നമുക്ക് sin 3 pi by 4 ന്റെ വാല്യൂ വേണം. That is equal to sin pi minus pi by 4 എന്ന് വരും അല്ലേ. 4 pi minus pi 3 pi by 4. So it's equal to sin 180 minus എന്ന് പറയുമ്പോൾ sin തന്നെ വരും. സെക്കൻഡ് ക്വാഡ്രന്റ് പോസിറ്റീവ് ആണ്. That is equal to 1 by root 2. Okay. ഇനി cos pi by 4 ആണ്. cos pi by 4 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വാല്യൂ അറിയാം 1 by root 2 ആണ്. ഇനി sec pi by 3 ആണ്. sec pi by 3 എന്ന് പറഞ്ഞാൽ 1 by cos pi by 3 ആണ്. cos 60 എന്ന് പറഞ്ഞാൽ 1 by cos 60 എന്ന് പറഞ്ഞാൽ 1 by 2 വരും. So it's equal to 2 എന്ന് വരും. വാല്യൂസ് കൊടുക്കാം നമുക്ക്. LHS is equal to 2 into 1 by root 2 in the square plus 2 into cos pi by 4, so it is 1 by root 2 in the square plus 2 into sec, that is 2 ആണ്, 2 in the square. Okay, so it is 2 into 1 by 2 plus 2 into 1 by 2 plus 2 into 4. ഇത് വെട്ടിപ്പോവും, ഇതും വെട്ടിപ്പോവും. So it is 1 plus 1 plus 8, nothing but 10. That's equal to the RHS, right? So LHS is equal to RHS. That means the value. We have to prove. We are asked to find. We are asked to prove that this value is equal to 10, and we have already proved it. So that's why the answer is okay. ഓക്കെ, അപ്പോൾ ഈ തരത്തിലാണ് വാല്യൂസ് ജസ്റ്റ് അറിയാമെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റിഡക്ഷൻ ഫോർമുല പ്ലസ് ടേബിൾ, ഇത് രണ്ടുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ, ഈ കഴിഞ്ഞ ഒരു 5 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് രണ്ടുമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ മക്കളെ, ഓക്കെ. Another question, that is find the value of sin 15 degree. That's the question. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ അത്തരത്തിൽ ചെയ്യുന്നില്ല. 15ന്റെ വാല്യൂ നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കണം. സോ സൊല്യൂഷൻ, ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം sin 15 വേണമെങ്കിൽ നമുക്ക് 45 മൈനസ് 30 എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. 45 മൈനസ് 30 is 15 ആണല്ലോ. ഇത് sin x മൈനസ് y എന്നുള്ള ഫോർമുല. സോ ഇത് sin x cos y മൈനസ് cos x sin y. ആ ഫോർമുല നമുക്കിവിടെ യൂസ് ചെയ്യാം. സോ നമ്മൾ യൂസ് ചെയ്ത് sin x മൈനസ് വൈയുടെ ഫോർമുലയാണ്. sin x മൈനസ് വൈ ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട്, sin x cos y മൈനസ് cos x sin y. ആ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തത്. അവിടെ എക്സിന്റെ സ്ഥാനത്ത് 45, വൈയുടെ പ്ലേസിൽ 30 ആണ്. ഇനി ഇതിന്റെ വാല്യൂസ് കൊടുത്താൽ മതി. sin 45 നമുക്കറിയാം 1 by root 2 ആണ്. cos 30 നമുക്കറിയാം cos 30 root 3 by 2 ആണ്. മൈനസ് cos 45 നമുക്കറിയാം 1 by root 2, sin 30 1 by 2. ഓക്കെ, സോ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തും 2 root 2 ആണ്. അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് എഴുതാം 2 root 2. root 3 മൈനസ് 1 എന്ന് വരും. ഇവിടെ root 3 മൈനസ് 1. സോ ദാറ്റ്സ് ദ വാല്യൂ ഓഫ് sin 15. ഇതുപോലെ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ cos 15ഉം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് cos 15 വാല്യൂ കണ്ടുപിടിച്ചോളൂ. ഫൈൻഡ് cos 15. cos 15 ഇതുപോലെ തന്നെ cos 45 മൈനസ് 30 എന്ന് എഴുതിയിട്ട് കണ്ടുപിടിച്ചാൽ മതിയാവും. അത് നിങ്ങൾ തനിയെ കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. root 3 plus 1 by 2 root 2 എന്നുള്ള വാല്യൂ ആയിരിക്കും cos 45 കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവാലുവേറ്റ് cos 75 ഡിഗ്രി. ഓക്കെ, ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് cos 75നെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ 45 പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതാം. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ എഴുതുന്നത്. ദാറ്റ് ഈസ് cos 75. ഓക്കെ, ഇത് നമുക്ക് cos x പ്ലസ് വൈയുടെ ഫോർമുല ഉപയോഗിക്കാം. ദാറ്റ് ഈസ് cos 45 cos 30 മൈനസ് sin 45 sin 30. ഓക്കെ, cos 45 നമുക്കറിയാം 1 by root 2 ആണ്. cos 30 നമുക്കറിയാം root 3 by 2 ആണ്. മൈനസ് sin 45 എന്ന് പറഞ്ഞാൽ 1 by root 2 ആണ്. sin 30 എന്ന് പറഞ്ഞാൽ 1 by 2. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ root 3 ഡിനോമിനേറ്റർ 2 root 2 എന്ന് വരും. root 3 മൈനസ് 1 by 2 root 2 എന്ന് കിട്ടും.
ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് സൈൻ 75 കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്തത് എഴുതിക്കോളൂ. ഇവാലുവേറ്റ് സൈൻ 75 ഡിഗ്രി. അപ്പം അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമ്മളൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ സൈൻ 15ന്റെ വാല്യൂ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിരുന്നു അല്ലേ, √3 - 1/2 √2. ഇപ്പം നമ്മൾ cos 75 കിട്ടിയപ്പോഴും നമുക്ക് ഈ സെയിം വാല്യൂ തന്നെയാണ് കിട്ടിയത്. അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഇപ്പം നമ്മൾ cos 75 എഴുതിയല്ലോ, ഈ cos 75നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തരത്തിലും എഴുതാം. cos 90 - 15 എഴുതത്തില്ലേ, 90 - 15 പോയാൽ 75 അല്ലേ. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ cos 90 - π/2 - x എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. cos 90 - x = what? റിഡക്ഷൻ ഫോർമുല വെച്ച് cos 90 - വരുമ്പോൾ സൈൻ വരും, sin 15 വരും. കണ്ടോ? അപ്പോൾ cos 75 sin 15 സെയിമാണ്. അത് വരുന്നത് ഈ റിഡക്ഷൻ ഫോർമുല വെച്ചാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂസ് സെയിം ആയി വന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും sin 75 എന്തായിരിക്കും? ഇതുപോലെ തന്നെ എഴുതാം, sin 90 - 15 എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് cos 15 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി cos 15 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. cos 15 എന്ന് പറഞ്ഞാൽ √3 + 1/2 √2 എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു sin 75 ആയിരിക്കും. അപ്പോൾ sin 75ന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് tan 75 ഡിഗ്രി. അപ്പം ഇത് നമുക്ക് sin 75 / cos 75 കണ്ടുപിടിച്ച് വേണമെങ്കിൽ ചെയ്യണം. പക്ഷെ അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാമല്ലോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ tan 75നെ നമുക്ക് tan 30 + 45 ഫോർമുല ഉപയോഗിക്കാം. ദാറ്റ് ഈസ് 75 ആണല്ലോ. അപ്പോൾ tan x + y യുടെ ഫോർമുല ആയി. tan x + y യുടെ ഫോർമുല tan x + tan y ഡിവൈഡഡ് ബൈ 1 - tan x tan y എന്നാണ് അല്ലേ. ഇപ്പോൾ tan 30യുടെ വാല്യൂ നമുക്കറിയാം. tan 30 എത്രയാ? tan 30 എന്ന് പറഞ്ഞാൽ tan 30 ഈസ് sin 30 / cos 30 അല്ലേ. sin 30 നമുക്കറിയാം 1/2 ആണ്. cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അതുകൊണ്ട് tan 30 ഈസ് 1/√3. നമുക്ക് ഫോർമുല അറിയാം. അപ്പോൾ ഓക്കെ, അപ്പോൾ tan 30യുടെ വാല്യൂ നമുക്ക് അറിയാം, 1/√3 പ്ലസ് tan 45 1 ആണ് ഡിവൈഡഡ് ബൈ 1 - tan 30 ഈസ് അഗെയിൻ 1/√3 എന്ന് വരും അല്ലേ. അപ്പോൾ വേണേൽ നമുക്ക് ഇതിനെ ഇത് 1/√3 പ്ലസ് 1 - 1/√3. ഓക്കെ, നമുക്ക് വേണമെന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ ഇത് 1 + √3/√3 ഡിവൈഡഡ് ബൈ, ക്രോസ് ചെയ്യുമ്പോൾ ഇത് √3 - 1/√3 എന്ന് വരും അല്ലേ. √3 കട്ടാക്കി കളയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന √3 + 1 ഡിവൈഡഡ് ബൈ √3 - 1 എന്നാണ് ആൻസർ കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഒരു കോഞ്ചുഗേറ്റ് കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മുകളിലും താഴെയും ഒരു √3 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ചിലപ്പോൾ ഇത് പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കുന്നെങ്കിലേ അത്രയും ചെയ്ത് വേണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തിയാൽ മതിയാവും. കാരണം ഇത് √3 + 1 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വാല്യൂ വ്യത്യാസം വരത്തില്ല. ഇത് രണ്ടും ഇങ്ങനെ കട്ടായി പൊക്കോളും, പഴയതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ എഴുതാനുള്ള കാരണം നമുക്കറിയാം, ന്യൂമറേറ്ററിൽ √3 + 1 × √3 + 1 √3 + 1 ഹോൾ സ്ക്വയർ എന്ന് വരും. താഴെ √3 - 1 × √3 + 1 ദാറ്റ് ഈസ് a + b × a - b എന്നുള്ള ഫോമിൽ ആകാം. അപ്പോൾ ഇങ്ങനെ ഒരു a² - b². ഇത് നമുക്ക് a + b ഹോൾ സ്ക്വയറിനെ ഫോമുല വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. a² ദാറ്റ് ഈസ് 3 + b² 1 + 2ab ഡിവൈഡഡ് ബൈ √3² 3 വരും, 3 - 1 എന്ന് വരും. അപ്പോൾ ഇത് 4 + 2 √3 എന്ന് വരും. 3 + 1 4 + 2 √3/2 എന്ന് വരും. നമുക്ക് വേണമെങ്കിൽ ഒരു 2 കോമൺ എടുക്കാം. 2 കോമൺ എടുക്കുകയാണെങ്കിൽ 2 + √3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 2 കട്ടാവും. സോ ആൻസർ ഈസ് 2 + √3. അപ്പോൾ പ്രൂവ് ദാറ്റ് tan 75 ഈസ് ഈക്വൽ ടു 2 + √3 എന്നാണ് എങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തേ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് നിർത്താം. √3 + 1/√3 - 1 എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് കൊണ്ട് നിർത്തിയാലും മതിയാവും. ഇതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ അതായത് ഇവിടെ √3 - 1 കോൺജുഗേറ്റ് എന്ന് പറയും. അതിന് √3 + 1 മേളിലും താഴെ നമ്മൾ
മൾട്ടിപ്ലൈ. നമ്മൾ കോംപ്ലക്സ് നമ്പറിന് അതൊക്കെ പഠിച്ചിട്ടില്ലേ, കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ആണെങ്കിൽ എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ ആയല്ലോ. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് tan 15 കണ്ടുപിടിക്കാം. ഇത് നിങ്ങളൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. tan 15 that is 45 minus tan 45 minus 30 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ ആവും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, here is the next question number 52. Prove that cos pi by 4 minus x into cos pi by 4 minus y minus sin pi by 4 minus x into sin pi by 4 minus y is equal to sin x plus y. അപ്പോൾ ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷെ കണ്ടാൽ നമ്മൾ വലിയ പ്രോബ്ലം എന്നൊക്കെ തോന്നും. പക്ഷെ സിമ്പിൾ ക്വസ്റ്റൻ. നമുക്ക് അതിൻ്റെ LHS ഒന്ന് എടുക്കാം. LHS ഇവിടെ വലിയൊരു നമ്പറാണ്. ഈ പൈ ബൈ 4 മൈനസ് എക്സിന് പകരം നമുക്കൊരു എ എന്നോ അതുപോലെ പൈ ബൈ 4 മൈനസ് വൈക്ക് പകരം നമുക്കൊരു ബി എന്നും കൊടുക്കുവാണെങ്കിൽ ഈ സാധനം എങ്ങനെയാവും? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നാവും അല്ലേ? കോസ് എ കോസ് ബി, അതായത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറയാൻ എന്നാ വരും? യെസ്, ഇറ്റ് ഈസ് കോസ് എക്സ് പ്ലസ് വൈ അല്ലേ? സോ ഇറ്റ് ഈസ് കോസ് എ പ്ലസ് ബി എന്ന് എഴുതാം. ഇനി നമുക്ക് നോക്കാം കോസ് എ പ്ലസ് ബി. വാട്ട് ഈസ് കോസ് എ? എയുടെ സ്ഥാനത്ത് പൈ ബൈ 4 മൈനസ് എക്സ് പ്ലസ് പൈ ബൈ 4 മൈനസ് വൈ. Just replacing a by pi by 4 minus x and b by pi by 4 minus y. ഇനി നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. That is cos pi by 4 plus pi by 4 എന്ന് വെച്ചാൽ എത്ര വരും? 2 pi by 4 അല്ലേ? pi by 4 എന്ന് പറഞ്ഞാൽ 45 ആ. 45 plus 45 എന്ന് പറഞ്ഞാൽ 90 വരും. 90 നമുക്ക് വേണമെങ്കിൽ pi by 2 എന്ന് എഴുതാം. മൈനസ് എക്സ് മൈനസ് വൈ. ദറ്റ് ഈസ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 എന്ന് പറയുന്നത് 2 പൈ ബൈ 4 എന്ന് എഴുതാം. ദറ്റ് ഈസ് 2ഉം ഈ 4ഉം കൂടെ വെട്ടിക്കളയുമ്പോൾ പൈ ബൈ 2 എന്ന് വരാം. അങ്ങനെ വേണമല്ലോ എഴുതാം. ഓക്കെ ഓക്കെ മക്കളെ, യെസ്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് എഴുതാം. കോസ് പൈ ബൈ 2 മൈനസ്, ഇത് ഈ മൈനസ് ഇങ്ങനെ പുറത്തെടുക്കുവാണെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ. കോസ് 90 മൈനസ് എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇത് നമ്മുടെ റിഡക്ഷൻ ഫോർമുലയാ. കോസ് 90 മൈനസ് സംതിങ്. കോസ് 90 മൈനസ് സംതിങ് ഈസ് സൈൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് സൈൻ എക്സ് പ്ലസ് വൈ. അതിന്റെ റീസൺ വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ. ബിക്കോസ് കോസ് 90 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. ആ ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ആയില്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു. പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ എന്നാ. അപ്പോൾ നമുക്ക് ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ RHS എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദി RHS. സോ ദാറ്റ് മീൻസ് LHS ഈസ് ഈക്വൽ ടു RHS. വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ പവർഫുൾ വൺ. ഓക്കെ, ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ നമ്പർ 53. പ്രൂവ് ദാറ്റ് tan pi by 4 plus x by tan pi by 4 minus x is equal to 1 plus tan x divided by 1 minus tan x the whole square. ഇവിടെ നമുക്ക് LHS എടുക്കാം. LHS is equal to tan pi by 4 plus x ആണ്. അത് tan pi by 4 plus x ന്റെ ഫോർമുല നമുക്കറിയാമല്ലോ. tan pi by 4 plus x is equal to what? tan pi by 4 plus tan x അല്ലെ, tan a plus x plus y യുടെ ഫോർമുല divided by 1 minus tan pi by 4 into tan x അല്ലെ, tan x plus y, tan x plus tan y by 1 minus tan x into tan y. but tan pi by 4 1 ആണല്ലോ. so 1 plus tan x divided by 1 minus tan x എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റീപ്ലേസ് ചെയ്യാണ്. so 1 plus tan x divided by 1 minus tan x whole divided by, ഇത് tan pi by 4 minus x ആണ്. അപ്പോൾ ജസ്റ്റ് ഈ സൈനുകളൊന്ന് മാറുന്നേ ഉള്ളൂ. സോ 1 minus tan x divided by 1 plus tan x now. അല്ലേ മക്കളെ? കാരണം ഇത് tan pi by 4 plus x. അപ്പോൾ tan pi by 4 minus x എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് ഉള്ളിടത്തെല്ലാം അവിടെ മൈനസ് ആവും, മൈനസ് ഉള്ളിടത്തെല്ലാം പ്ലസ് ആവും. സോ 1 minus tan x by 1 plus tan x now. That's the only thing.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സോ 1 + tan x / 1 - tan x. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 + tan x / 1 - tan x, അതായത് ഇതിൻ്റെ റെസിപ്രോക്കൽ. സോ 1 + tan x / 1 - tan x എന്ന് വരും. ഓക്കെ, സോ നോക്കിയാൽ ഇത് നമുക്കറിയാം 1 + tan x × 1 + tan x മോളിൽ വരുന്നത് അത് സ്ക്വയർന്ന് വരും. ഡിവൈഡഡ് ബൈ 1 - tan x × 1 - tan x എന്ന് പറഞ്ഞാൽ 1 - tan x ന്റെ സ്ക്വയർ ആവും. That's nothing but 1 + tan x / 1 - tan x the whole square എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ മക്കളെ, ഇത് സിമ്പിൾ അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു RHS. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. സോ ദാറ്റ്സ് ഈക്വൽ ടു RHS. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ ഫോർമുലകൾ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ആ സന്തോഷം നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ we can enjoy the beauty of mathematics. If you want to enjoy the beauty of mathematics, then first of all you have to by heart the formula very well. If you know all the formulas, then it is easy to enjoy the beauty of mathematics. Okay, one more problem, that is question number 54. Prove that sin x + y divided by sin x minus y is equal to tan x plus tan y by tan x minus tan y. It's another simple question. നമുക്ക് LHS തന്നെ എടുക്കാം. LHS is equal to sin x plus y യുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ sin x cos y plus cos x sin y divided by sin x minus y യുടെ ഫോർമുല sin x cos y minus cos x sin y. റൈറ്റ്? ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് tan x plus tan y എന്ന് വെച്ചാൽ ഇവിടെ tan x വരണം, എന്നുവെച്ചാൽ ഈ cos y ഇവിടുന്ന് പോകണം, ഇവിടെ tan y വരണം. tan y വരണമെങ്കിൽ ഈ cos x ഇവിടുന്ന് പോകണം. അപ്പോൾ ഇവിടുന്ന് cos y പോകണം, ഇവിടുന്ന് cos x പോകണം. ഇത് തന്നെ ഇവിടെ വേണം, ഇവിടുന്ന് cos y പോകണം, ഇവിടുന്ന് cos x പോകണം. അപ്പോൾ മാത്രമല്ല ഇവിടെ sin x ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു sin y വരുവും കൂടെ, അല്ല മീൻസ് cos x വരുവും കൂടെ ചെയ്യണം. അപ്പോൾ cos y പോകണം, ഒരു cos x വരണം, ഇവിടെ ഒരു cos x പോകണം, cos y വരണം. അപ്പോൾ ഇത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ടൈമിനെയും ഒരു cos x cos y കൊണ്ട് ഒന്ന് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കാം? sin x cos y നെ sin x cos y ഡിവൈഡഡ് ബൈ cos x cos y. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പല എക്സാമിനേഷനും ചോദിച്ചിട്ടുള്ളതാണ്. cos x cos sin y ഡിവൈഡഡ് ബൈ cos x cos y ഹോൾ ഡിവൈഡഡ് ബൈ എല്ലാ ടൈമിനും ഡിവൈഡ് ചെയ്യുന്നു. സോ sin x cos y ഡിവൈഡഡ് ബൈ cos x cos y മൈനസ് cos x cos y divided by cos x cos y. Cos x I mean sin y ആണ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ചിരുന്നോ, അല്ലെങ്കിൽ ഒരെണ്ണം മാറിപ്പോയാൽ നമുക്ക് മൊത്തം വാല്യൂസ് അത് വ്യത്യാസം വന്നു പോകും. അതുകൊണ്ട് പിന്നെ പക്ഷേ നമുക്ക് കിട്ടില്ല, ഈ ആൻസർ കിട്ടില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. കറക്റ്റ് നമുക്ക് എവിടെയോ തെറ്റിപ്പോയി നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് മാത്തമാറ്റിക്സിന്റെ പ്രത്യേകത. sin y divided by cos x cos y. ഓക്കെ, ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് വാല്യൂന് വ്യത്യാസം വരത്തില്ല. അപ്പോൾ ഇവിടുന്ന് cos y പോയി, cos x പോയി, ഇവിടുന്ന് cos y പോയി, cos x പോയി. മിച്ചം എന്നാണ് മക്കളെ? sin y cos tan x പ്ലസ് sin y cos tan y divided by sin y cos tan x minus tan y. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? tan x plus tan y by tan x minus tan y, that's equal to the RHS. So that we have proved this one. Okay, അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണ്. പവർഫുൾ മീൻസ് powerful by means of the formula. If you are powerful enough, means you have studied the formula very well, then it is easy to handle with these types of problems. Okay, അപ്പോൾ മക്കളെ നമ്മൾ കുറേയധികം പ്രോബ്ലംസ് ഇപ്പോൾ ചെയ്തു, ഇനിയും കുറേയധികം പ്രോബ്ലംസ് കിടപ്പുണ്ട് ചെയ്യാനായി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും ഇത് ഭയങ്കര ടഫ് ആണെന്നൊക്കെ. അങ്ങനെയല്ല, നമ്മൾ ഈ ഫോർമുലകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോർമുലകൾ പഠിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്
അതിൻ്റെ മാസ്റ്റേഴ്സായി മാറുന്നത്. അപ്പോൾ നമ്മൾ എന്തുമായിക്കോട്ടെ ഇതിനൊക്കെ മീതെ നമ്മൾ പറക്കുമ്പോൾ മീൻസ് നമ്മൾ ഇതിനൊക്കെ മീതെ നമ്മൾ ഈ ഫോമുലകൾ പഠിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മുമ്പേ പറക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ടോപ്പിലെത്താൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത്. നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ കേട്ടിട്ടുണ്ടാവും. അബ്ദുൽ കലാം പറഞ്ഞതാണ്, all birds find shelter during rain, but eagle avoids rain by flying above the clouds. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. പക്ഷികൾ സാധാരണ മഴയത്തെല്ലാം പക്ഷികൾ അവരുടെ കൂട് അന്വേഷിച്ച് പോകും. all birds find shelter during rain. മഴക്കാലത്ത് മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ കൂടിനകത്ത് അഭയം തേടും. ബട്ട് മഴ പെയ്യുന്ന എങ്ങനെ നമുക്കറിയാം അല്ലേ? കാർമേഘങ്ങൾ അത് കണ്ടൻസ് ചെയ്തിട്ടാണ് നമുക്ക് മഴത്തുള്ളികൾ താഴോട്ട് വീഴുന്നത്. അപ്പൊ കാർമേഘങ്ങളുടെ കീഴെയാണ് മഴ പെയ്യുന്നത്. പക്ഷേ ഈഗിൾസ് ചെയ്യുന്ന എന്താണെന്നറിയുമോ? ഈ കാർമേഘങ്ങൾക്ക് മുകളിലേക്ക് പറക്കും, അങ്ങനെ മഴയെ തോപ്പിക്കും. അപ്പോ അവിടെ കാർമേഘങ്ങൾക്ക് മുകളിലൂടെ പറന്ന് മഴയെ തോപ്പിക്കുമ്പോഴാണ് അവിടെ ഈ ഈഗിളിന്റെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിതുപോലെ പ്രോബ്ലംസ് ബാക്കിയുള്ളവർ ചെയ്യാൻ സാധിക്കാത്ത പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഇഫ് യു ക്യാൻ ഫ്ലൈ ഓവർ ദി പ്രോബ്ലംസ്, then you will become an eagle. So eagle is the most powerful bird in the world എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കും അങ്ങനെയാകാം. അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Till then, goodbye.